നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. സർ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് ഇറങ്ങുന്നവരുടെയൊക്കെ തന്നെ ഒരു സ്വപ്നമാണ് ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി ആ ചാൻസിൽ കിട്ടാതെ വീണ്ടും പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവരും നിരവധിയാണ്. എന്നാൽ ഇന്ന് നമ്മൾ അത്രയേറെ പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ ഒരു വിശ്വാസമുള്ള എന്നൊരു PSCയുടെ ആ വിശ്വാസതയൊക്കെ തന്നെ അപ്പാടെ തകർന്നിരിക്കുകയാണ്. ഇന്ന് അവിടെ ഒരു പിൻവാതിലൂടെ നമുക്ക് ആരെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉന്നതരെ പരിചയമുണ്ടെങ്കിൽ ആ വഴിയിലൂടെ നമുക്ക് ആരെയും തിരികെ കയറ്റാം, ആർക്ക് വേണമെങ്കിലും അവിടെ കയറാം, എന്ത് ക്രമക്കേടും അവിടെ കാണിച്ചു കൂട്ടാം എന്നുള്ളൊരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിൽ ഒരുപാട് പഠിച്ച് നല്ല മിടുക്കരായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുടെ കഷ്ടപ്പാട് അവിടെ വെറുതെ ആവുകയാണ്. ഒപ്പം PSC എന്ന് പറയുന്ന ഇത്രയും ആളുകൾക്ക് ജോലി നൽകുന്ന നമ്മുടെ ഒരു PSCയെ സംബന്ധിച്ച് വളരെ വലിയൊരു വിശ്വാസ്യത തകർന്നിരിക്കുകയാണ്. ഏതായാലും ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം എവിടത്തൊക്കെയുള്ള പരീക്ഷകളുടെ കാര്യങ്ങളാണ് ഇനി ക്രൈംബ്രാഞ്ചിന് ഇനി അന്വേഷിച്ച് എവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള അഴിമതികൾ നടന്നിട്ട് ആളുകൾ കയറിപ്പറ്റി ജോലി ചെയ്യുന്നത് എന്നുള്ളത് ഇനി അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പൊ എന്താണ് ഇനിയിപ്പോ ഒരു VD സതീശൻ സർക്കാരിന് മുന്നിൽ വന്നപ്പോൾ അധികാരത്തിലേറിയതിന് മുന്നിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് ഇപ്പോൾ PSC മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോ PSC ചെയർമാനൊക്കെ എതിരെയൊക്കെയുള്ള അന്വേഷണം വരുമ്പോൾ എന്താകും എന്നുള്ളൊരവസ്ഥ കൂടിയുണ്ട്. അല്ല, വെല്ലുവിളിയല്ല, നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്ത് പറ്റി VD സതീശനെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. എന്തുകൊണ്ട്? അജിത ബീഗത്തിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന തരത്തിലുള്ള വമ്പിച്ച വഞ്ചനകളും ക്രമക്കേടുകളും അഴിമതികളും സ്വജനപക്ഷപാതവും ഒക്കെ നടത്തിയ ഒന്നിനെ വെച്ച് പൊറുപ്പിച്ചുകൊണ്ടിരിക്കണം. സംസ്ഥാന PSCയെക്കുറിച്ചാണ് പറയുന്നത്. ഈ PSC എന്ന് പറയുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അതല്ല, ഇപ്പോൾ പിണറായി സതീശൻ കമ്മീഷൻ ആണോ എന്ന് നമ്മൾ സംശയിക്കുന്നു. പിണറായി കാണിച്ച തെറ്റുകളെയെല്ലാം ആവർത്തിച്ചുകൊണ്ടിരിക്കാനാണോ പുതിയൊരു മുഖ്യമന്ത്രിയെയും പുതിയൊരു പാർട്ടിയെയും നമ്മൾ അധികാരത്തിൽ എത്തിച്ചത് എന്ന് വോട്ട് ചെയ്ത ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട അവർ ഓഫ് റെക്കണിങ് അല്ലെങ്കിൽ സ്വയം നിർണ്ണയിക്കേണ്ട നിമിഷമാണിത്. കാരണം നോക്കൂ, PM ശ്രീയുടെ കാര്യത്തിൽ അവരൊപ്പിട്ടു, അബദ്ധത്തിലൊപ്പിട്ടു, അത് മരവിപ്പിച്ചു, അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതല്ലല്ലോ മുസ്ലിം ലീഗും ഒക്കെ ആഗ്രഹിച്ചിരുന്നത്, പാർട്ടിയുടെ ആൾക്കാരും കോൺഗ്രസും ഒക്കെ ആഗ്രഹിച്ചിരുന്നത്. അതിലാണല്ലോ ഇപ്പോൾ ചെന്നൊപ്പിട്ട് അത് മുന്നോട്ട് പോവുകയാണെന്ന് UDFും മന്ത്രിസഭയും തീരുമാനിച്ചിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, നിസ്സാര കാര്യം, നയപരമായ കാര്യം. കള്ളിൻ്റെ കാര്യം സീരിയസാണ്, പക്ഷേ നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. PSCയിലേക്ക് വരുമ്പോൾ കേരള PSCയിൽ നടന്നിട്ടുള്ളത് എത്ര നീറ്റ് പരീക്ഷകളെക്കാൾ അതിക്രൂരവും ആസൂത്രിതവും ആയിട്ടുള്ള പങ്കിലമായിട്ടുള്ള ഏർപ്പാടുകളാണ്. മറ്റതിൽ അവിടെ സ്വജനപക്ഷപാതമൊന്നുമില്ല. ഏതെങ്കിലും ഒരു മന്ത്രിയുടെ ബന്ധുക്കൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ലീക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു സിസ്റ്റമിക് ഫെയില്യുവറാണ്, സിസ്റ്റത്തിൻ്റെ ഫെയില്യുവറാണ്. ആർത്തിമൂത്ത ഭണ്ഡാരങ്ങളായ കോച്ചിങ് സെൻറ്റർ ഉടമകളും ചോദ്യമിടുന്ന അധ്യാപകരും തമ്മിലുള്ളൊരു നെക്സസിൻ്റെ പ്രതിപ്രവർത്തന ഫലമാണത്. ഇവിടെ അതല്ല, ആസൂത്രിതമായിട്ട് പാർട്ടിയോട് അനുഭാവമുള്ളവരെ കീ പോസ്റ്റുകളിൽ കയറ്റാൻ വേണ്ടി നടത്തിയ ശ്രമം പച്ചയായിട്ട് പുറത്തു വന്നിട്ടും FIR ഇട്ടിരിക്കുന്നു അജിത ബീഗം. FIRൽ ആരുടെയും പേരില്ല. ഇതെന്തൊരു അത്ഭുതം! കുറ്റവാളികളെന്ന് പറയുന്ന ആരാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. കാരണം അധിക മാർക്ക് പാർട്ടി അനുഭാവമുള്ള ആൾക്ക് നൽകിക്കൊണ്ട് ഇൻ്റർവ്യൂ നടത്തിയത് PSCയുടെ ചെയർമാനും ആ ബോർഡിലെ മുഴുവൻ അംഗങ്ങൾ കൂടിയിരുന്നിട്ടാണ്. മാർക്ക് എങ്ങനെയാണ് വന്നതെന്നറിയാമോ? 40 മാർക്കാണ് ടോട്ടൽ. അതിൽ 13 മാർക്ക് 14 മാർക്കൊക്കെയാണ് സാധാരണഗതിയിൽ എല്ലാവരും കൊടുക്കാറുള്ളത്. സാധാരണ സിസ്റ്റം, പരീക്ഷയുടെ രീതി അതാ, കീഴ്വഴക്കം അതാ. ഇവിടെ ഒരാൾക്ക് കൊടുത്തിരിക്കുന്നത് 40 മാർക്കിൽ 36 മാർക്ക് മാക്സിമം മാർക്ക്. അവർക്ക് അനഭിമതനായ ആൾ, നന്നായിട്ട് പരീക്ഷ എഴുതിയ ആൾ, അയാൾക്ക് കൊടുത്തത് 40-11 മാർക്ക്. ഇത് എന്തിനായിരുന്നു എന്നറിയാമോ? മറ്റേയാൾക്ക് റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ആസൂത്രിത നീക്കം. ഇത് മാത്രമല്ല, അത് ഈ പരീക്ഷയിൽ 10 ചോദ്യങ്ങൾ വാല്യൂ ചെയ്തതേയില്ല, അതിന് എവാല്യുവേഷൻ നടത്തിയതേയില്ല. കാര്യം എന്താ? പാർട്ടിക്ക് താല്പര്യമുള്ള ആളിന് ആ ചോദ്യങ്ങളുടെ ഉത്തരം അറിയാൻ വയ്യായിരുന്നു. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്ത് ചെയ്തു? അഡ്ജസ്റ്റ്മെൻറ്റിൽ ഈ 10 മാർക്ക് നോക്കണ്ട, ബാക്കി നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളതിന് ഇയാൾ ഉത്തരം എഴുതിയിട്ടുണ്ട്. ആ മാർക്ക് വെച്ചിട്ട് അയാൾക്ക് മാക്സിമം മാർക്ക് അവിടെ കൊടുത്തു. എന്നിട്ട്
ഈ 10 ചോദ്യങ്ങൾക്കും 58 മാർക്കുണ്ടതിന്, ആ 10 ചോദ്യങ്ങൾക്ക് 58 മാർക്കിനും സമർത്ഥമായിട്ട് ഉത്തരമെഴുതിയ യഥാർത്ഥ യോഗ്യനായിട്ടുള്ള വ്യക്തിയുടെ ഇൻ്റർവ്യൂവിലെ മാർക്ക് വെട്ടിക്കുറച്ചു. അങ്ങനെ വലിയൊരു വെട്ടിപ്പ് നടത്തി എന്നുള്ളതിന് ഏറ്റവും സ്പഷ്ടമായിട്ടുള്ള ഉദാഹരണം, വ്യക്തമായിട്ടുള്ള ഉദാഹരണം എന്ന് പറയുന്നത്, ഈ തോറ്റ ആൾ, ജോലി കിട്ടാതിരുന്ന ആൾ വിവരാവകാശ കമ്മീഷൻ പ്രകാരം ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ശ്രമം നടത്തി. ഇല്ല, പറ്റില്ല, PSCയുടെയാണ്, ഏതാണ്ട് പ്രതിരോധ സൈന്യത്തിൻ്റെ രഹസ്യങ്ങളെന്നുള്ള മട്ടിൽ ക്ലാസിഫൈഡ് സീക്രട്ടായിട്ട് ഇവർ വെച്ചിരുന്നു. ഒടുവിൽ കോടതിയിൽ പോയി കേസ് ജയിച്ച് വിവരങ്ങൾ കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഈ 10 ചോദ്യങ്ങൾ അവർ നോക്കിയിട്ടേയില്ല, എവാല്യുവേറ്റ് ചെയ്തിട്ടേയില്ല. ജില്ലാ ജഡ്ജിമാരുടെ ശമ്പളത്തിൽ അവിടെ ഇരുന്നു കൊണ്ട് ജോലിയിൽ നിന്ന് പോയാൽ പിന്നെയും അതേ അനുപാതത്തിലുള്ള പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഖജനാവ് മുട്ടിക്കുന്ന ഒരു കൊള്ള സംഘമാണ് ഈ കാര്യങ്ങൾ കാണിച്ചത്. 21 അംഗങ്ങൾ, കേരളത്തിലെ മന്ത്രിസഭയുടെ പരമാവധി അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ അത്രയും എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണം കുറഞ്ഞ് 15 ആയി എന്ന് പറയുന്നു. എന്തായാലും ശരി, ഈ കാണിച്ച കന്നത്തരം എന്തിനാ ഇങ്ങനെ മൂടി വയ്ക്കുന്നത്? ആ തെറ്റു ചെയ്തവരെ പുറത്താക്കണ്ടേ? നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ മുഴുവൻ പുറത്താക്കിയില്ലേ കേന്ദ്ര ഗവൺമെൻറ്? അപ്പോൾ വാസ്തവത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ പിരിച്ചുവിട്ടു. അവർ 11 പേരെ അറസ്റ്റ് ചെയ്തു. ഈ 11 പേരിൽ ആരും മന്ത്രിയുടെ ആൾക്കാരായിരുന്നില്ല, ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരായിരുന്നില്ല. ഇവിടെ പക്ഷേ പകൽ പോലെ വ്യക്തമാണ്, ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന ആളിനാണ് ഇവർ ഈ 1ാം റാങ്ക് കൊടുത്തതും 10 ചോദ്യങ്ങൾ അദ്ദേഹത്തിനെ വിഷമിപ്പിക്കാതെ മാർക്കിടാതെ മാറ്റിവെച്ച് അദ്ദേഹത്തിന് 1ാം റാങ്ക് ആക്കിയതും. ഇതേ ആരോപണം നമ്മൾ മുമ്പും കേട്ടതാണ്. SI റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും താഴെ വന്ന റാങ്കിലുള്ള ആളിനെ SFIക്കാരനായതുകൊണ്ട് ഉയർത്തി അദ്ദേഹത്തിനെ SI ആക്കി, മറ്റ് 1ാം റാങ്ക് കിട്ടിയ ആളിനെ ഒന്നും അല്ലാതാക്കുകയും ചെയ്തു. ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതിനെതിരെ പ്രസ്താവനകളും സമരം നടത്തിയ ആളാണ് VD സതീശൻ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം വിചാരിച്ചാൽ ഈ PSCയൊക്കെ അപ്പം തന്നെ നിഷ്പ്രഭമാക്കാവുന്നതേ ഉള്ളൂ, ഇല്ലാതാക്കാവുന്നതേ ഉള്ളൂ. അഴിമതി വിധേയമായ പോലീസുകാരികളാണ് കണ്ടെത്തിയത്, BJPക്കാരല്ല. അവർ അഴിമതി നടത്തി എന്ന് കണ്ടെത്തിയ ഒരു സംഭവത്തിൽ PSCയെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇനി അറിയാമോ, കഴിഞ്ഞ 25 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒരു റാമിഫിക്കേഷൻ എന്ന് പറയുന്നത് അധ്യാപക തസ്തി, അവരുടെ റാങ്കിൻ്റെ കാലാവധി കഴിഞ്ഞു, എങ്ങും നിയമനമില്ലാത്തതിൻ്റെ കാര്യം എന്താ? ഡിവിഷൻ ഫാൾ, അവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നില്ല. പരിഹാരം കാണണ്ടേ VD സതീശൻ, മുഖ്യമന്ത്രി, ജനകീയൻ, ജനങ്ങളുടെ അംഗീകാരമുള്ള ആൾ, ജനകീയനായിട്ട് ജനസമ്മതൻ വേണമെന്ന്, ആ ജനസമ്മതന് നടപടിയെടുക്കണ്ടേ? അവർ ലീവ് വേക്കൻസി എന്നും പറഞ്ഞ് വിദേശത്ത് പോകാൻ വേണ്ടി 5 വർഷം കൊടുക്കും അധ്യാപകർക്ക്, ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകർക്ക്. ആ 5 വർഷക്കാലം അവർ ലീവ് എടുത്താണ് ഇരിക്കുന്നത്. ആ 5 വർഷത്തേക്കെങ്കിലും ഇവർക്ക് തൊഴിൽ കിട്ടി അത്രയും നാളത്തെ ശമ്പളം കിട്ടുമല്ലോ. അതിലും ഏറ്റവും കൊടിയ ഒരു വഞ്ചന എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എയ്ഡഡ് സ്കൂളുകൾ. ജോസഫ് മുണ്ടശ്ശേരി സതുദ്ദേശത്തോട് കൊണ്ടുകൊണ്ടുവന്ന അദ്ദേഹത്തിന് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം, എയ്ഡഡ് സ്കൂളുകളിലെ ശമ്പളവും ഒക്കെ ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞത്. എന്നിട്ട് എന്താ അവിടെ ചെയ്യുന്നത്? അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾ. അവരെങ്ങനെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്? 65-70 ലക്ഷമാണ് ഇപ്പോഴത്തെ റേറ്റ് എന്താ കേൾക്കുന്നത്. ആ പൈസ അവർക്ക് കിട്ടും, ഗവൺമെൻറ് ശമ്പളവും കൊടുക്കണം, പെൻഷനും കൊടുക്കണം. വാസ്തവത്തിൽ ഇത് മുഴുവൻ PSC വഴിയുള്ള നിയമനങ്ങളാക്കണ്ടേ? ഈ 65-75 കൊടുക്കാനില്ലാത്ത പാവപ്പെട്ട ഈ PSC എഴുതിയ ആൾക്കാർക്ക് ഈ വേക്കൻസിയിലേക്ക് സ്ലോട്ടുകൾ അനുവദിച്ച് അവിടെ അവരെ നിയമിക്കണ്ടേ? അതല്ലേ വേണ്ടത്? അതല്ലേ സാമൂഹിക നീതി എന്ന് പറയുന്നത്? ഇതിൽ പല മതസംഘടനകളുണ്ട്. മതാധ്യക്ഷന്മാരുടെ തിണ്ണതരങ്ങാൻ ഞാൻ പോകത്തില്ലെന്ന് പറയുന്ന സതീശന് അത് തൊടാൻ പേടിയാണ്. അതല്ലേ വിപ്ലവം എന്ന് പറയുന്നത്? ഒരു യുവാവ് ആയിട്ടുള്ള മുഖ്യമന്ത്രി കാണിക്കേണ്ട വിപ്ലവം. അത് നടത്തിയില്ലെങ്കിൽ അതിനെതിരെ അല്ലേ ജൻസി പ്രക്ഷോഭം ഉണ്ടാവേണ്ടത്, സാമൂഹികമായിട്ടുള്ള പരിവർത്തനത്തിന്? അല്ല, ഒരു മന്ത്രിയുടെ രാജി കൊണ്ട് തൃപ്തിപ്പെടുന്ന വിപ്ലവങ്ങളാണോ നമുക്ക് വേണ്ടത്? സമൂലമായിട്ട് ഇനി ഒരിക്കലും ഒരു PSCക്കാരനും ഇതുപോലെ ചെയ്യരുത്. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ടെസ്റ്റ് അദ്ദേഹത്തിന് അനുകൂലമാക്കിയും കൊടുക്കുക, ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ. അതിൻ്റെ വിശ്വാസ്യത പോയില്ലേ? ഡൽഹിയിലും ഉണ്ടല്ലോ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴില്ല. കോൺഗ്രസ് ഭരിച്ച കാലത്തോ BJP ഭരിച്ച കാലത്തോ അതിനെതിരെ ഒരൊറ്റ അഴിമതി പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായോ? IASകാരെ, സിവിൽ സർവീസുകാരെ ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ആ ബോഡിയാണ്.
അതേ മാതൃകയിൽ നിങ്ങൾക്ക് പോകാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം. യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾ രാഷ്ട്രീയം അടിച്ചേൽപ്പിച്ച് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഡീമോറലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന് നിലവാരമില്ല. ഇപ്പോൾ സ്കൂളിലുമില്ല, കോളേജിലുമില്ല. പിന്നെ ഇവർക്ക് പുറത്തു പോയി ജോലി കിട്ടുമോ? PSC എഴുതുന്ന ആളുകൾ കോച്ചിങ് സെൻ്ററുകളിൽ പോയിട്ടാണ് ജയിച്ചു വന്നിട്ടാണ് ഈ പരീക്ഷ എഴുതി ജയിക്കുന്നത്. വേറെ എവിടെയെങ്കിലും കേരളത്തിൽ തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? രണ്ടാമത്തെ ഒരു വ്യത്യാസം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ടെസ്റ്റ് കഴിയുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടും. അങ്ങനെ പലരും രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ചുമ്മാ സമരം ചെയ്ത് സമയം കളയാതെ കൂടുതൽ നന്നായിട്ട് പഠിച്ചാൽ അവർക്ക് വേറെ ടെസ്റ്റിൻ്റെ അവന്യൂസ് ഒരുപാടുണ്ട്. വേറെ ടെസ്റ്റ് എഴുതാം, ഇതേ ടെസ്റ്റ് തന്നെ എഴുതാം, റിപ്പീറ്റ് ചെയ്ത് തന്നെ കൂടുതൽ മാർക്കോട് കൂടി അവർക്ക് അഡ്മിഷൻ വാങ്ങിക്കാം. ഇതൊക്കെ പറ്റും. പക്ഷേ ഇവിടെ അത് പറ്റുമോ? ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്ന് റാങ്ക് ലിസ്റ്റ് വരുന്നതോടുകൂടി അതിൻ്റെ കാലാവധി അങ്ങ് തീരുക. പിന്നെ ഇല്ല, ഈ ടെസ്റ്റ് എഴുതാൻ പറ്റില്ല, പ്രായപരിധിയാവുക. പിന്നെ ഒരു ജോലി. ഇത് വാസ്തവത്തിൽ PSC നടത്തുന്ന ടെസ്റ്റ് എന്ന് പറയുന്ന വാസ്തവത്തിൽ കേരളത്തിലെ ശരാശരി യുവാക്കളുടെ ജീവിത പരീക്ഷയാണ്. മറ്റേത് ജീവിത പരീക്ഷയല്ല. ജീവിത പരീക്ഷയല്ല, വെറൊരു പരീക്ഷ. ആ പരീക്ഷയെ ജീവിത പരീക്ഷയായിട്ട് കണക്കാക്കുന്നത് കൊണ്ടാണ് ചില കുട്ടികളൊക്കെ തെറ്റായ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമാണ് ആത്മഹത്യ ചെയ്തത്. പക്ഷേ ഇവിടുത്തെ ആത്മഹത്യ റിയലാണ്. ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാനില്ല, പണമില്ല, ശമ്പളമില്ലാത്ത ഇരുട്ടിൽ അവൻ എങ്ങനെ ജീവിക്കാൻ പറ്റും? അന്തസ്സോടെ ജീവിക്കാൻ പറ്റുമോ? ഡിഗ്നിഫൈഡ് ആയിട്ടൊരു ലൈഫ് പറ്റുമോ? അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലെ മാവിൻ്റെ കൊമ്പിലുമൊക്കെ കയറി അവർ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. അവൻ്റെ ജീവിത പരീക്ഷയാണ്. അതാണ് ഈ PSC തകർത്ത് കളഞ്ഞിരിക്കുന്നത്. യോഗ്യന്മാരാണോ ഇവരിൽ പലരും? CV രാമൻപിള്ളയെയും ഡോക്ടർ CV രാമനെയും തിരിച്ചറിയാത്ത ആളുകളെയൊക്കെയാണ് തിരികെ കയറ്റിയിരിക്കുന്നത്. രാഷ്ട്രീയ ലാഭത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ. അത് തന്നെ ഒരു സ്വജനപക്ഷപാതമല്ലേ? എന്തുകൊണ്ടാണ് ഒരു ജെൻസി മോഡൽ പ്രക്ഷോഭം ഇതിനെതിരെ വരാത്തത്? എന്താണൊരു കോക്രോച്ച് വിപ്ലവം ഇതിനെതിരെ വരാത്തത്? അവിടെ നമ്മുടെ ജോൺ ബ്രിട്ടാസുമൊക്കെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നിരോധനാജ്ഞ നിലനിൽക്കുന്ന മേഖലയിലേക്ക് അതിസാഹസികമായ യാത്ര നടത്തിയല്ലോ. ഇവിടെന്താ അദ്ദേഹം നടത്താത്തത്? ഇവിടെന്താ VD സതീശൻ്റെ ആൾക്കാർ നടത്താത്തത്? KSUക്കാർ നടത്താത്തത്? KSUക്കാർ പോട്ടെ, അത് വിദ്യാർത്ഥികളാണ്. അപ്പോൾ അടുത്ത ഘട്ടമായിട്ടുള്ള KSUവിൻ്റെ യൂത്ത് കോൺഗ്രസ് നടത്താത്തത് എന്താ? അത് പോട്ടെ, മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ടല്ലോ, എന്താണ് പിരിച്ചുവിടാത്തത്? അവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് അധികാരമുണ്ടല്ലോ, അവരെ FIRൽ അവരുടെ പേര് വയ്ക്കണമെന്ന് പറയാൻ ധൈര്യമില്ലാത്തത്. അപ്പം നിങ്ങൾക്ക് വിദ്യാർത്ഥികളോടൊരു അനുതാപവും ഇല്ല, ഒന്നുമില്ല. നിങ്ങളുടെ അഭിനയം മാത്രമാണ് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ കണ്ടതെന്ന് നമുക്ക് നിഗമനത്തിലെത്തേണ്ടി വരും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം കൂടെ ഒന്നും പറയാതെ രക്ഷയില്ല. സമയം കഴിഞ്ഞെങ്കിലും ഒന്നുകൂടെ ഞാൻ പറയാം. എന്തൊക്കെയാണ് ഇത് ആരോപണങ്ങൾ എന്നറിയാം. അജിതാ ബേഗം കണ്ടെത്തിയതാണ്. ചോദ്യങ്ങൾ ഒഴിവാക്കൽ. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലെ ചീഫ് തസ്തികയിലേക്ക് നടത്തിയ വിവരണാത്മക പരീക്ഷയിൽ 58 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ സ്വന്തം ആളിന് വേണ്ടി ഒഴിവാക്കി. സ്വന്തം ആളെന്ന് പറഞ്ഞാൽ PSCക്കാരനല്ല, ഗവൺമെൻറ്റിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടിരിക്കുക. കൃഷ്ണന്തും ഞാൻ പറയാം, ഇതുപോലെ തന്നെയാണ് വിഴിഞ്ഞം. ഒരു MDയോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ ഈ ആൾക്കാരെ അവിടെ ജോലിയിൽ കയറ്റണം വിഴിഞ്ഞത്ത്. അത് പറ്റില്ല, ഞാൻ സത്യസന്ധമായി ചെയ്യുമെന്ന് പറഞ്ഞ് അയാളെ മാറ്റിയിട്ട് സ്വന്തം ആളിനെ അവിടെ MD ആയിട്ട് വെച്ച ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് എന്നറിയുക. അങ്ങനെ എല്ലാ തലങ്ങളിലും, സമസ്ത തലങ്ങളിലും അവർ അഴിമതി അവരുടെ സ്വന്തം ആളെ കയറ്റിയിട്ടുണ്ട്. പിന്നൊന്ന് അടുത്തത് സ്വജനപക്ഷപാതം. ഉയർന്ന റാങ്ക് ലഭിച്ച ഇടത് സംഘടനാ നേതാവിന് പ്രയോജനം ലഭിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തവരെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അയാൾക്ക് പ്രയോജനം ചെയ്യാൻ വേണ്ടിയാണ് ഈ 10 ചോദ്യങ്ങൾ ഒഴിവാക്കിയത്. പിന്നെ അഭിമുഖം. ഒന്നാം റാങ്ക് ലഭിച്ച ആൾക്ക് ഇൻ്റർവ്യൂവിൽ 40ൽ 36 മാർക്ക് നൽകിയപ്പോൾ എങ്ങനെ ഒന്നാം റാങ്ക് ലഭിച്ചു? ഈ 10 ചോദ്യങ്ങൾ ഒഴിവാക്കിയതുകൊണ്ട്. രണ്ടാമത്തെ ആൾക്ക് കിട്ടിയ എത്ര എന്നറിയാമോ? 11 മാർക്ക്. അതുപോലെ ഒരേ ചോദ്യ പേപ്പർ ആവർത്തിക്കലിൻ്റെ കേസുണ്ട്. പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് 2 ബാച്ച് ഉണ്ടായിരുന്നു, ഉച്ചയ്ക്കും രാവിലെയായിട്ട് 2 ബാച്ചിനും ഒരേ ചോദ്യം. ലീക്ക് ചെയ്യാൻ വേറെ എന്തെങ്കിലും കാര്യം വേണോ? ഇനി കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷ ആലപ്പുഴയിലെ ഒരു കേന്ദ്രത്തിൽ ചോദ്യപേപ്പർ മാതിരി നടത്തി. എന്തായാലും നീറ്റ് പരീക്ഷയിൽ അതുപോലൊന്നും സംഭവിച്ചിട്ടില്ല, ചോദ്യപേപ്പറൊന്നും മാറിയിട്ടില്ല. ഇവിടെ അതും സംഭവിച്ചു. എന്നിട്ടും ഇതൊരു നിസ്സാര പ്രശ്നമായിട്ട് തള്ളുകയാണ് നമ്മുടെ ജൻസിയും പാർട്ടികളും. പിന്നെ കേരഫെഡ് നിയമനം, അത് ഇവരാണ് നടത്തുന്നത്. സർവ്വത് ഇവരാണ്, പോലീസും ഡ്രൈവറും എല്ലാം ഇവരാണ് നടത്തുന്നത്. ഹൈക്കോടതിയിലെ കേസ് വിവരം മറച്ചുവെച്ച് വിജ്ഞാപനം ഇറക്കുകയും ഇഷ്ടക്കാരായ വിദ്യാർത്ഥികളെ തിരികെ കയറ്റാൻ റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ചു. ഇതിൽ കൂടുതലൊരു അപരാധം വിദ്യാർത്ഥികളോട് യുവജന സമൂഹത്തോട് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇനി മറ്റു തസ്തികകളിലുണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ മുഴുവൻ അഴിമതിയുടെ കഥകളാണ്.
സ്വജനപക്ഷപാതം. അവരുടെ സ്വന്തം ആൾക്കാരെ IAS റാങ്കിലുള്ള ആൾക്കാരാക്കി ഡെപ്യൂട്ടി കളക്ടർമാരായിട്ട് മാറ്റാനുള്ളൊരു സംവിധാനമാണ് കേരളത്തിൻ്റെ IAS എന്ന് പറഞ്ഞുള്ള അത്. കാരണം അങ്ങനെയാണ്, ശരിയായിട്ടുള്ള മാർക്കിൻ്റെ പേരിലല്ല. കേന്ദ്ര UPSC നടത്തുന്നത് ശരിയായിട്ടുള്ള റാങ്കിങ് ആണ് നടത്തുന്നത്. ഇവിടെ അതൊന്നുമില്ലാത്ത രീതിയിൽ ആണ് കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. അതുപോലെ വിവരങ്ങൾ മറച്ചു വെക്കൽ, വിവരാവകാശ നിയമപ്രകാരം ഇത് അഭ്യർത്ഥിക്കുന്നത് ഇവിടെ എല്ലാം വിവരങ്ങൾ കൊടുക്കണമെന്നുണ്ട്. ആ വിവരങ്ങൾ ഒരിക്കലും കൊടുക്കാതിരുന്നിട്ടുണ്ട്. അത് മറ്റൊരു അഴിമതിയായിട്ടാണ്. ഇത്രയും കാര്യങ്ങളുണ്ടായിട്ട് FIRൽ ഒരാളുടെ പേര് പോലും ഇല്ല എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് പോലെ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു B ടീമാണോ ഇപ്പോഴത്തെ സതീശൻ്റെ ടീം? യഥാർത്ഥത്തിൽ PSC എന്ന് പറയുന്നത് പിണറായി സതീശൻ കമ്മീഷനാണോ? ഇതിൻ്റെ ഉത്തരം ഗവൺമെൻറ് അങ്ങ് പറഞ്ഞാൽ മതി. ഏതായാലും ഈ നമ്മൾ പറയണ പോലെ ഈ നഖം മുതൽ മുടി വരെ അഴിമതിയാണ് എന്ന് പറയുന്നത് പോലെ അത്രയേറെ എല്ലാവരും ഏറെ ഒരു പ്രതീക്ഷയും വിശ്വാസവും അർപ്പിക്കുന്നതാണ് ഈ PSC എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ പോലും ചിലപ്പോൾ അതിനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു അഴിമതികളും അതുപോലെ തന്നെ ഈ തിരികെ കയറ്റുകളും പരീക്ഷകൾ നടത്തുന്ന ക്രമക്കേടുകളും തീർച്ചയായിട്ടും VD സതീശൻ സർക്കാർ വന്നപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. 10 വർഷത്തെ ഒരു ഭരണം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു നടപടി എടുക്കും എന്ന് തന്നെ വിചാരിക്കാം നമുക്ക് തീർച്ചയായിട്ടും. കാരണം അല്ലെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവരുടെയൊക്കെ തന്നെ മന്ത്രിസഭയിൽ ഇത് വിഷയം പോലും ആയില്ല. ഇത് അവരുടെ UDFന്റെ കോർ കമ്മിറ്റി യോഗത്തിൽ, UDFന്റെ ഏകോപന സമിതി യോഗത്തിലും ഇത് വിഷയമായില്ല. അതാണ് നമ്മളെ കൂടുതൽ വിസ്മയിപ്പിക്കുന്നത്. അത് മറ്റൊരു വിസ്മയം ആയിരിക്കാം. സർക്കാർ നടപടി വേഗത്തിൽ തന്നെ എടുക്കും എന്ന് നമുക്ക് വിചാരിക്കാം തീർച്ചയായിട്ടും.